വാഹനത്തിന് തൊട്ട് പിന്നാലെ ഉത്തമമാരിയെ പ്രകടനം ഒളിച്ചുകൊണ്ട് ഇതാ ഇതുവഴി കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കോ, ആശീർവദിക്കോ. പ്രിയമുള്ളവരെ, CPM കോൺഗ്രസ് കുറുവ സംഘത്തിനെതിരെ, ശബരിമല കൊള്ളയ്ക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന വയനാട് MP പ്രിയങ്ക ഗാന്ധിജിയുടെ സംഘടിപ്പിക്കുന്ന ഇറങ്ങി നിന്നൊരു കൊച്ചിക്കടത്തിയ ശില്പങ്ങൾ BJPയുടെ സംഘശക്തി അനുഗ്രഹിക്കോ, ആശീർവദിക്കോ. പ്രിയമുള്ളവരെ, കോടിക്കണക്കിന് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന ഇടതു വലതു മുന്നണികൾക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ ആലശ്ശേരി ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ്. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ അങ്ങാടിയെ പുളകം കൊള്ളിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അനുഗ്രഹിക്കോ, ആശീർവദിക്കോ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെതിരെ വരുന്നു ഞങ്ങൾ BJPയുടെ സംഘശക്തി ഒറ്റിക്കടത്തിയ ശില്പങ്ങൾ അയ്യപ്പന്റെ ആഭരണങ്ങൾ ചൂഷണം ചെയ്യുന്ന CPM കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ, ശബരിമല കൊള്ളയ്ക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ ഇതാ ഇതുവഴി കടന്നു വരികയാണ്. അനുഗ്രഹിക്കുന്നവരെ, പ്രിയമുള്ളവരെ, ശബരിമലയുടെ സമ്പത്ത് പിടിച്ചു മാറ്റിയ പിണറായി വിജയൻ സർക്കാരിനെതിരെ കോൺഗ്രസ് കുറുവ സംഘത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന
സിപിഎം കോൺഗ്രസ് കുറുവ സംഘത്തിനെതിരെ ശബരിമല കൊള്ളയ്ക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ കാരശ്ശേരിയിലെ ഓഫീസിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന വമ്പിച്ച പ്രതിഷേധ റാലിയാണ്. ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ഇതുവഴി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കോടിക്കണക്കിന് വിശ്വാസികളെ, അയ്യപ്പ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന ഇടതു വലതു മുന്നണികളുടെ വലതു കുറുവ സംഘത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ കാരശ്ശേരിയിലെ ഓഫീസിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചാണ്. ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇതുവരെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കോടിക്കണക്കിന് രൂപയുടെ ശബരിമല കൊള്ള നടത്തിയ പിണറായി വിജയൻ സർക്കാരിന് മാപ്പ് തരില്ല എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന MP ഓഫീസ് മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. പ്രിയമുള്ളവരെ, കോടിക്കണക്കിന് രൂപയുടെ ശബരിമല കൊള്ള നടത്തിയ ഇടതു വലതു മുന്നണികൾക്ക് മാപ്പ് തരില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന വയനാട് MP ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ അങ്ങാടിയെ പുളകം കൊള്ളിച്ചുകൊണ്ട്, വഴിത്താരകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇതുവഴി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഇടതു വലത് കുറുവ സംഘത്തിനെതിരെ, ശബരിമല കൊള്ളയ്ക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന MP ഓഫീസ് മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ അങ്ങാടിയെ പുളകം കൊള്ളിച്ചുകൊണ്ട്, പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇതുവഴി കടന്നു വരുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. പ്രിയമുള്ളവരെ, വന്നില്ല. കൊച്ചിയുമായി കൂട്ടുകൂടി ശബരിമലയിലെ സ്വപ്നശേഖരം കോടിക്കണക്കിന് വിശ്വാസം CPM കോൺഗ്രസ് കുറുവ സംഘത്തിനെതിരെ, ശബരിമല കൊള്ളയ്ക്കെതിരെ, വിശ്വാസവഞ്ചനയ്ക്കെതിരെ, വിശ്വാസ ചൂഷണത്തിനെതിരെ വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ ഈ അങ്ങാടിയെ കൊള്ളിച്ചുകൊണ്ട് ഇതുവഴി കടന്നു
जय जय बोलो बीजेपी, जय जय बोलो बीजेपी, जय जय बोलो बीजेपी, ദേവസ്വത്തിന് വോട്ടുകളാകെ, ദേവസ്വത്തിന് വോട്ടുകളാകെ ഭരിച്ചു മുടിച്ചൊരു കോൺഗ്രസോ, CPM കോൺഗ്രസ് കുറുവാ സംഘത്തിനെതിരെ ഭരിച്ചു മുടിച്ചൊരു കോൺഗ്രസോ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് ആചാരങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ്. ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ മുത്തമ്മങ്ങാടിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇതുവഴി കടന്നു വരുന്നു. അനുഗ്രഹിക്കോ, ആശീർവദിക്കോ പ്രിയമുള്ളവരെ. കോടിക്കണക്കിന് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന പിണറായി സർക്കാരിനെതിരെ കോൺഗ്രസ് CPM കുറുവാ സംഘത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ്. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ അങ്ങാടിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇതുവഴി കടന്നു വരുന്നു. അനുഗ്രഹിക്കോ, ആശീർവദിക്കോ പ്രിയമുള്ളവരെ. ഇവരെ നിലയ്ക്ക് നിർത്താനായി വരുന്നു ഞങ്ങൾ BJP. ജയ് 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 ഭാരത് മാതാ, ജയ് 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 BJP. സ്വർണം കെട്ടൊരു പോറ്റിയുടെ ഉറ്റതോഴൻ സോണിയാഗാന്ധി, ഉറ്റതോഴൻ കടകംപള്ളി, കോൺഗ്രസും മാർക്സിസ്റ്റും കള്ളന്മാരുടെ കഞ്ഞി വെച്ചവർ. ശബരിമല കൊള്ള നടത്തിയ CPM കോൺഗ്രസ് കുറുവാ സംഘത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന വമ്പിച്ച പ്രതിഷേധ റാലിയാണ്. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ അങ്ങാടിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ വഴിത്താരകളെ ഉലകമണിയിപ്പിച്ചുകൊണ്ട് ഇതുവഴി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന MP ഓഫീസ് മാർച്ച്, ശബരിമല കൊള്ളയ്ക്കെതിരെ സംഘടിപ്പിക്കുന്ന MP ഓഫീസ് മാർച്ച് ഈ വഴിത്താരകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇതുവഴി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കോ, ആശീർവദിക്കോ പ്രിയമുള്ളവരെ. കോടിക്കണക്കിന് വിശ്വാസികളെ ചൂഷണം ചെയ്ത പിണറായി സർക്കാരിനെതിരെ കോൺഗ്രസ് CPM കുറുവാ സംഘത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന വമ്പിച്ച പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ മുത്തമ്മങ്ങാടിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇതുവഴി കടന്നു വരികയാണ്. ആശീർവദിക്കോ പ്രിയമുള്ളവരെ. जय बोलो भारत माता की, जय जय BJP, जय जय BJP, जय जय BJP, जय जय BJP. प्रतिषेध मार्च जिंदाबाद, प्रतिषेध मार्च जिंदाबाद, प्रतिषेध मार्च जिंदाबाद, प्रतिषेध मार्च जिंदाबाद. जय जय BJP, जय जय BJP, जय जय भारत माता, जय जय भारत माता. भारत माता की जय जय बोलो भारत माता, जय जय बोलो भारत माता. जय जय BJP, जय जय बोलो भारत माता. मोदियुമായി കൂട്ടുകൂടെ, മോദിയുമായി കൂട്ടുകൂടെ. ഇല്ല ഇല്ല മാപ്പില്ല. जय जय BJP, जय जय BJP,
ഉച്ചതോഴർ ആരൊക്കെ സോണിയാഗാന്ധി കടകംപള്ളി നിങ്ങൾ നാടിന്റെ അപമാനം ശബരിമലയിലെ സ്വർണ്ണശേഖരം ബിജെപിയുടെ പ്രതിഷേധം മോദിയുമായി സന്ധി ചെയ്ത സോണിയാഗാന്ധി കേട്ടോളൂ കടകംപള്ളി കേട്ടോളൂ നിങ്ങൾക്കെതിരായി ഉയരുന്നു കേരളനാടിൻ പ്രതിഷേധം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാർച്ച് വേണ്ടി സമാദരണീയനായ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ CK പത്മനാഭൻ അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ സഹപ്രവർത്തകരും ഒരു വശത്തേക്ക് വലതു ഭാഗത്തേക്ക് ചേർന്ന് നിന്ന് ഈ ബാനറിന്റെ തൊട്ട് മുന്നിലായിട്ട് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബാനർ ഒന്ന് പുറകോട്ട് ഈ ബാനറിന് പുറകെ കൊടികൾ പ്രിയപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗവും മുൻ സംസ്ഥാന അധ്യക്ഷനും നമുക്കേവർക്കും സർവാദരണീയനുമായ ശ്രീ CK പത്മനാഭൻ അവർ, പാർട്ടിയുടെ സമാദരണീയനായ കോഴിക്കോട് റൂറൽ ജില്ലാ പ്രസിഡന്റ് P. ദേവദാസ് മാസ്റ്റർ, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവും കോഴിക്കോട് റൂറൽ ജില്ലയുടെ പ്രഭാരിയും കണ്ണൂർ ജില്ലയുടെ മുൻ അധ്യക്ഷനുമായ P. സത്യപ്രകാശൻ മാസ്റ്റർ, BJPയുടെ മുതിർന്ന നേതാവും സംസ്ഥാന സമിതി അംഗവുമായ പ്രിയങ്കരനായ VV രാജേട്ടൻ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിയങ്കരനായ ജോസ് വാലുവണ്ണേൽ അവർ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ കോഴിക്കോട് റൂറൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ രജനീഷ് ബാബു, ശ്രീ NP രാമദാസ്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ, മറ്റ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ, ഈ ഉജ്ജ്വലമായ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ പ്രിയപ്പെട്ട നേതാക്കൾ, മുഖ്യമണ്ഡലം പ്രസിഡന്റ് ശ്രീ PS അഖിൽ, തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് TS സെബാസ്റ്റ്യൻ മാസ്റ്റർ, ജില്ലാ ട്രഷറർ ശ്രീ T ജയപ്രകാശ് ഉൾപ്പെടെ ഈ മേഖലയിലെ നേതാക്കളെ, ഉജ്ജ്വലമായ പോരാട്ടത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മഹിളാ മോർച്ചയുടെയും BJPയുടെയും അമരക്കാരെ, സഹപ്രവർത്തക സഹോദരി സഹോദരന്മാരെ, ഉത്തരമേഖലാ വൈസ് പ്രസിഡന്റ് ശ്രീ MC ശശീന്ദ്രൻ അവർ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കൾക്കും സ്വാഗത നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശബരിമലയിലെ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണശേഖരം, ആ സ്വർണ്ണശേഖരത്തിൽ അദ്ദേഹം കൈവച്ചത് കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും സമുന്നതരായ നേതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടെ ആണെന്ന് വർത്തമാനകാല വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളും സാക്ഷ്യപ്പെടുത്തുകയാണ്. കാട്ടുകള്ളന്മാർക്ക് കഞ്ഞിവെച്ചു കൊടുക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ ഒരുപക്ഷെ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഇന്ത്യയിലുടനീളം അഴിമതിയും വീതം വെപ്പും മുഖമുദ്രയാക്കിയ കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ നേതാക്കൾ
അവർക്കൊരുപക്ഷെ ശബരിമലയിലെ ദാരുശില്പങ്ങളും സ്വർണ്ണപ്പാളികളും ദ്വാരപാലക വിഗ്രഹങ്ങളുമെല്ലാം ഒരുപക്ഷെ ആന്റിക് ഉപകരണങ്ങൾ പുരാവസ്തു ശേഖരമായിട്ടാണ് അവർ കാണുന്നത്. കോടിക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയത്തിലെത്തിയ ശില്പങ്ങളാണ്, അവതാരങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കോടികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ഈ രണ്ട് പാർട്ടികളുടെയും നേതാക്കളുടെ അനുഗ്രഹ ആശീസ്സുകളോടെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും കേരളത്തിലെ BJP ഈ കാട്ടുകള്ളന്മാർക്ക് ചൂട്ടുപിടിക്കുന്ന കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ജനപ്രതിനിധികളുടെ MP-മാരുൾപ്പെടെയുള്ളവരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് മുക്കത്ത് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് നമ്മുടെ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഉജ്ജ്വലമായ ഈ മാർച്ച് ഭരണകൂടവും അതേപോലെ തന്നെ കോൺഗ്രസും കാട്ടുകള്ളന്മാർക്ക് കൂട്ടുപിടിക്കുന്നതിനെതിരെ വിശ്വാസികളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് എന്ന് മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉജ്ജ്വലമായ തുടർ സമരങ്ങൾക്കാണ് ഇനി കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിലെ സർവാദരണീയനായ എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ CK പത്മനാഭൻ അവർക്ക് റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം ഈ സമരം ഉദ്ഘാടനം ചെയ്യാനെത്തിയ പപ്പേട്ടനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമരത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കോഴിക്കോട് റൂറൽ ജില്ലയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ഉജ്ജ്വലമായി നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആദരണീയനായ ജില്ലാ അധ്യക്ഷൻ ശ്രീ T. ദേവദാസ് മാഷാണ്. ദേവദാസ് മാഷിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പ്രസംഗിക്കുന്നത് പ്രസംഗകലയിലെ ഏറ്റവും ഉത്തമനായ കേരളത്തിലെ പ്രസംഗകലയുടെ ആചാര്യൻ എന്ന് പറയാം ശ്രീ VV രാജേട്ടനാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യ വക്താവായി പ്രവർത്തിക്കുന്ന ജയചന്ദ്രൻ മാഷോടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ജില്ലയുടെ പ്രഭാരി P. സത്യപ്രകാശൻ മാഷ്, ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ണൂരിൽ നമ്മുടെ പാർട്ടിയെ ഉജ്ജ്വലമായി നയിച്ച സത്യമാഷോടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങൾ, ജില്ലാ ഭാരവാഹികൾ, മേഖലാ ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ, മഹിളാ നേതാക്കൾ, എല്ലാ സഹപ്രവർത്തകരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ചടങ്ങിന്, ഈ സമരത്തിന് ആശംസകൾ അർപ്പിക്കാനെത്തിയ മുക്കം നഗരസഭയിലെ നമ്മുടെ കൗൺസിലർ ശ്രീമതി ബബിത മനോജ് ഇവിടെയുണ്ട്. അവരെ നമുക്കെല്ലാവർക്കും വേണ്ടി ഉജ്ജ്വലമായി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇന്ന് കാലത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹപ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മൾ തടയാനെത്തിയ പോലീസിനെയും സ്വാഗതം ചെയ്യുന്നു. പോലീസുകാര് തടയേണ്ടത് നമ്മളെയല്ല, തടയേണ്ട സമയത്ത് തടയാത്തത് കൊണ്ടാണ് ഇന്ന് കേരളം ഈ തരത്തിൽ മാറിയിട്ടുള്ളത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരപരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബാബു മാഷെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം. ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, കേരളത്തിന്റെ നേതാവ് ശ്രീ CK പത്മനാഭൻജി, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ VV രാജേട്ടൻ, ശ്രീ ജോസ് വലമണ്ണിൽ, പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ, മോർച്ചയുടെ ജില്ലാ മണ്ഡലം നേതാക്കന്മാർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹപ്രവർത്തകരെ, നമസ്കാരം. ഇന്ന് ഈ സമരം, ഇന്ന് ഈ പ്രതിഷേധ മാർച്ച് ക്ഷേത്രം കൊള്ളയടിക്കുന്ന LDF, UDF, കുറുവ സംഘത്തിനെതിരെയാണ്. കേരളത്തിൽ
ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ വൻ വെട്ടിക്കൊള്ളയാണ് നടക്കുന്നത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി നിരന്തരമായി ജനങ്ങളോട്, ഭക്തന്മാരോട്, നീതി നിർവഹണ സമിതിയോട്, ഭരണകൂടത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിരന്തരമായി കേരളത്തിന്റെ ദേവസ്വം സ്വത്ത് നഷ്ടപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാം. ഇന്നിപ്പോ അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരം വക വരുന്ന സ്വത്ത്, ധനം, അതേപോലെ ഭക്തന്മാരെ സമർപ്പിക്കുന്ന ചെറിയ ചെറിയ സ്വർണങ്ങൾ, അരവണ അപ്പം പോലുള്ള ലേലത്തിൽ പങ്കെടുത്തുകൊണ്ടുള്ള തിരുമറികൾ, ഈ തരത്തിലായിരുന്നു ക്ഷേത്രത്തിന്റെ സ്വത്ത് നഷ്ടപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ രൂപവും ഭാവവും ഒക്കെ ആകെ മാറിയിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1998 വിജയമല്യ ശബരിമലയില് 30 കിലോഗ്രാമിലധികം വരുന്ന തങ്കം സമർപ്പിച്ച് അവിടുത്തെ ശ്രീകോവിലും മേൽക്കൂരയും അതേപോലെ തന്നെയുള്ള വിഗ്രഹങ്ങളും ശില്പങ്ങളുമെല്ലാം സ്വർണം പതിച്ച സമയത്ത്, അതിനുശേഷം ഈ കള്ളന്മാരുടെ, ക്ഷേത്രക്കൊള്ളക്കാരുടെ നോട്ടം മുഴുവൻ ശബരിമലയിലെ ആ സ്വർണത്തിലേക്കായി. അതിന്റെ ഭാഗമായിട്ടാണ് 2004 ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കൊള്ളക്കാരനെ അവിടെ കയറ്റിയിട്ടുള്ളത്. ഇന്നിപ്പോ പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് അന്വേഷിച്ചു പോയാൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് പോറ്റിയെ കയറ്റിയത് 2004 എന്നുണ്ടെങ്കിൽ അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് UDF ആയിരുന്നു. കേരളത്തിന്റെ അന്നത്തെ ദേവസ്വം മന്ത്രി ഇന്ന് ഡൽഹിയിലിരുന്നു കൊണ്ട് കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന KC വേണുഗോപാലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ മറന്നുപോകുന്നത്. ആസൂത്രിതമായ കൊള്ളയ്ക്ക് വേണ്ടി പോറ്റിയെ ശബരിമലയിൽ കയറ്റി വർഷങ്ങളായിട്ടുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായി LDFും UDFും മാറി മാറി നടത്തിയിട്ടുള്ള കൊള്ളയുടെ അതിന്റെ ഏറ്റവും അവസാനത്തെ ചിത്രമാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. ശബരിമലയില് അന്വേഷണം ആരംഭിച്ച സമയത്ത് കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയില് ഒതുക്കി നിർത്തിക്കൊണ്ട് അതിന്റെ അന്വേഷണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ള മൊഴികള്, ആ മൊഴികൾ ജനങ്ങൾ അറിയുന്ന സമയത്ത് ഒരുപാട് പെരുങ്കള്ളന്മാരെ ഒളിപ്പിക്കേണ്ടി വരും. അങ്ങനെ ഒളിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുദ്യോഗസ്ഥന്മാരിലേക്ക്, അതേപോലെ തന്നെ പത്മകുമാറിനെ പോലെയുള്ള, N വാസുവിനെ പോലെയുള്ള CPMന്റെ നേതാക്കന്മാരിലേക്ക് ഈ അന്വേഷണം എത്തി. അവരൊക്കെ അറസ്റ്റിലായി. അപ്പോ അവരെ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ്. അത് സാധ്യമല്ലെന്ന് വന്ന സമയത്ത് പുതിയൊരു അടവെടുത്തു. തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. എല്ലാ കുറ്റങ്ങളും തന്ത്രിയിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് തന്ത്രിയിൽ അവസാനിപ്പിക്കാനുള്ള ശ്രമം. തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, തന്ത്രി അയ്യപ്പന്മാരുടെ വിശ്വാസത്തിന് വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തന്ത്രി ശിക്ഷിക്കപ്പെടണമെന്നുള്ളതിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരഭിപ്രായമില്ല. മറിച്ച് എല്ലാ കാര്യങ്ങളും തന്ത്രിയിൽ ഒതുക്കി മന്ത്രിയെ രക്ഷിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ, ഒരു LDF തന്ത്രി വിചാരിച്ചാലും ഒരു ഇരട്ടച്ചങ്കൻ വിചാരിച്ചാലും ആ കടകംപള്ളിയെ പോലെയുള്ള മന്ത്രിമാരെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി അത്യവനായിട്ട് പറയുകയാണ്. കടകംപള്ളി ആദ്യം പറഞ്ഞത് എനിക്ക് ഈ പോറ്റിയെ അറിയില്ല എന്നാണ്. പിന്നെ ചോദിച്ച സമയത്ത് ശബരിമലയിലൊക്കെ വന്നപ്പോ കണ്ടിട്ടുള്ള പരിചയമുണ്ട്. അപ്പൊ കുറെ ഫോട്ടോസ് പുറത്തു വന്നു. ബാംഗ്ലൂരിലെ അവിടുത്തെ നമ്മുടെ എയർപോർട്ടിലെ പോറ്റിയും അതേപോലെ തന്നെ കടകംപള്ളിയും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നതിന്റെ ചിത്രം അത് പുറത്തു വന്നു. കടകംപള്ളി ആവശ്യപ്പെട്ടതിന്റെ പേരില് പോറ്റി ഒരു യുവതിക്ക് വീട് പണിത് നൽകി അത് ഉദ്ഘാടനത്തിന് രണ്ടാളും കൂടെ ചേർന്ന് പങ്കെടുത്തതിന്റെ ചിത്രം അത് പുറത്തു വന്നു. അപ്പൊ പറഞ്ഞു അത്യാവശ്യമൊക്കെ കണ്ട് പരിചയമുണ്ട്. ഇപ്പൊ ഇന്നലെ കോടതി പറഞ്ഞത് പ്രകാരം നിരന്തരമായി അവിടുത്തെ ആളുകളെ ചോദ്യം ചെയ്തതിന്റെ റിപ്പോർട്ട് SIT കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് നിരന്തരമായി പോറ്റിയുടെ വീട് സന്ദർശിക്കുന്ന വ്യക്തിയായിരുന്നു ഈ കടകംപള്ളി സുരേന്ദ്രനെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും
CPM-ഉം AKG സെന്ററും എല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള കൊള്ളയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. എന്നാൽ അതിനു മുമ്പ് നടന്നിട്ടുള്ള 20 വർഷത്തെ കൊള്ള കൂടി അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതിനപ്പുറത്ത് ചില ആളുകൾ കൂടി അതിനുണ്ട് എന്നാണ്. ആരാണ് അവര്? 2017 കാലഘട്ടത്തില് കൊടിമരം മാറ്റുന്നതിന്റെ പേരില് കൊടിമരത്തിന് ചുറ്റും പൊതിഞ്ഞിട്ടുള്ള സ്വർണ്ണ പറകൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അജയ് തറയിലാണ്, പ്രയാർ ഗോപാലകൃഷ്ണനാണ്. ആരാണ് ഈ അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അവർ UDF-ന്റെ ആളുകളാണ്. അങ്ങനെ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും ഇത് പ്രതികളാണ് എന്ന് മനസ്സിലാവുന്ന സമയത്താണ് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടെടുത്തിട്ടുള്ള ഫോട്ടോ, സോണിയാഗാന്ധിയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കരട് ബന്ധിക്കുന്ന ഫോട്ടോ ഇത് നമ്മൾ കാണുന്നത്. അടൂർ പ്രകാശിനെ പോലെയുള്ള ഒരു നേതാവ് സോണിയാഗാന്ധിയുടെ അടുത്ത് ഇതുപോലൊരാളെ കൂട്ടിക്കൊണ്ടുപോകണമെങ്കിൽ ഇവരൊക്കെ തമ്മിലുള്ള ഗൂഢബന്ധങ്ങൾ എന്ത് എന്ന് പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ഇത് കേവലം കേരളത്തിലെ 10 പോലീസുകാർ അന്വേഷിച്ചാൽ പോരാ, മറിച്ചത് CBI അന്വേഷിക്കണമെന്ന്. സുഹൃത്തുക്കളെ, ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല. ഈ സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും വലിയ കള്ളന്മാർ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും വലിയ നേതാക്കന്മാരാണ്. അവരിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട്. അവരിലേക്ക് അന്വേഷണം എത്തി യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ പ്രക്ഷോഭ രംഗത്തുണ്ടാകുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ നമ്മുടെ പപ്പേട്ടനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വന്ദേ മാതരം. ഭലോ ഭാരത് മാതാ കേ. നേതാക്കളെല്ലാം ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ മണ്ഡലത്തിന്റെ വളരെ കരുത്തരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പോരാളികൾ ഈ സമരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോടിക്കണക്കിനുള്ള ഒരു സ്വർണ്ണ ശേഖരം സംഭവത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമര പരമ്പര പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വയനാട് MP ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ഔദ്യോഗിക ഓഫീസിന്റെ മുന്നിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ചേർന്നൊരു സംഘടിപ്പിച്ചു. ഇത് നമ്മുടെ സമരത്തിന്റെ ഒരു ഘട്ടം തുടങ്ങുന്നു. ഇതിന്റെ തുടർച്ചയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശ്രീമതി സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടുപോയ UDF കൺവീനർ അടൂർ പ്രകാശ്, അതുപോലെ അവരുടെ പാർലമെന്റ് MP ആന്റോ ആന്റണി തുടങ്ങിയിട്ടുള്ള പാർലമെന്റ് മെമ്പർമാരുടെ ഓഫീസുകളുടെ മുമ്പിലേക്കും ഇത്തരം മാർച്ചുകൾ സംഘടിപ്പിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. നമ്മളെല്ലാം കരുതിയിരിക്കുന്നത് ഈ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ കേവലം ഈ മുഖ്യമന്ത്രിയും അവരുടെ കൂട്ടാളികളും മാത്രമാണ്. എന്നാൽ അതിനപ്പുറത്തുള്ള ചില രഹസ്യങ്ങൾ, ഗൂഢബന്ധങ്ങൾ അത് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2014 മുതൽ പിണറായി വിജയന്റെ മന്ത്രിസഭ കേരളം ഭരിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇവിടെ ഭരണം നടത്തിയിട്ടുള്ള UDF-ന്റെ സർക്കാർ. ഇവിടെ ബാബു മാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ 2017 അയ്യപ്പന്റെ കൊടിമരം അതിന് ചിതൽ കയറുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് ഒന്ന് പരിഷ്കരിക്കണം, പുതുക്കി പണിയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് പൊളിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അതിൻ്റെ തൂണ് അത് മരത്തിൻ്റെ തൂണായിരുന്നില്ല, അത് ഇരുമ്പിൻ്റെ തൂണായിരുന്നു, അത് കോൺക്രീറ്റ് തൂണായിരുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും കോൺക്രീറ്റ് തൂണിൽ ചിതലരിക്കുകയില്ല എന്ന് സാമാന്യ വിവരമുള്ളവർക്കെല്ലാം അറിയാം. പക്ഷെ തികച്ചും ഒരു കള്ളം പറഞ്ഞു അയ്യപ്പൻ്റെ കൊടിമരം അത് ഒന്ന് പുതുക്കി പണിയണം എന്ന നിർദ്ദേശം മുന്നിൽ വെച്ച് അത് പൊളിച്ചെടുത്ത് അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടനീക്കം നടത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനാണ്. എന്നല്ല, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല.
അങ്ങനെയുള്ള കോൺഗ്രസിന്റെ വലിയ വലിയ നേതാക്കന്മാർ ദേവസ്വം ബോർഡ് ഭരിച്ച കാലത്തും ഈ കൊള്ള നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം നമുക്ക് ഇപ്പോൾ ശ്രീമതി പ്രിയങ്ക ഗാന്ധിജിയുടെ ഓഫീസിന്റെ മുന്നിലേക്ക് എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സമരം ഒന്ന് വഴിതിരിച്ചു വിട്ടു എന്ന് സംശയിക്കുന്ന ചില സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാനിടയുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, ശ്രീമതി സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി വർഷങ്ങൾക്ക് മുമ്പ് പോകണമെന്നുണ്ടെങ്കിൽ അത് സാധാരണ രീതിയിൽ പോകാൻ സാധിക്കില്ല. അതിന് വലിയ തരത്തിലുള്ള ഒരു പിന്തുണ, ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞാൽ മാത്രമേ ശ്രീമതി സോണിയാഗാന്ധിയുടെ അടുത്ത് പോകാൻ കഴിയൂ. പ്രധാനമന്ത്രിക്കുള്ളതുപോലെ തന്നെയുള്ള Z+ കാറ്റഗറിയിലുള്ള വലിയ സുരക്ഷാ സംവിധാനമുള്ള ഒരു വ്യക്തിയാണ് ശ്രീമതി സോണിയാഗാന്ധി. എത്രയോ കടമ്പകൾ കടന്ന് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഒരു വ്യക്തിക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കൂ. അങ്ങനെയുള്ള വലിയ അതിശക്തമായ രക്ഷാവലയങ്ങളൊക്കെ കടന്ന് ഈ പറഞ്ഞ കൊള്ളക്കാരൻ, കൊള്ളയുടെ സൂത്രധാരകൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശ്രീമതി സോണിയാഗാന്ധിയുടെ അടുത്തെത്തി അവരുടെ കയ്യിൽ രക്ഷാബന്ധൻ ചരട് കെട്ടിക്കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതൊരു സാധാരണ സംഭവമായി അതിന്റെ ഗൗരവം കുറച്ചു കാണുവാൻ വേണ്ടി നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ അസാധാരണമായിട്ടുള്ള ഒരുപാട് കരുനീക്കങ്ങൾ ഈ സംഭവ പരമ്പരകളുടെ പുറകിലുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്വർണ്ണക്കൊള്ള അത് കേവലം മുഖ്യമന്ത്രിയുടെ ഭാഗം മാത്രമല്ല, അന്ന് വളരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ കാര്യമായ സ്വാധീനം ചെലുത്തിയിരുന്ന ശ്രീമതി സോണിയയുടെ കുടുംബത്തിനടക്കം ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുവാനുള്ള സാഹചര്യ തെളിവുകളാണ് ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അവരുടെ സഹോദരി പുരാവസ്തുക്കൾ ലോകത്തെവിടെയുണ്ടെങ്കിലും അമൂല്യമായിട്ടുള്ള പുരാവസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ഒരു കച്ചവടം അവർക്കുണ്ട് എന്ന കാര്യവും ഈ സമീപകാലത്ത് പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന്റെ മുന്നിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ പ്രകടനം വന്നിട്ടുള്ളത്. ഇത് ഇവിടെ അവസാനിക്കുകയല്ല, ഇവിടെ നിന്ന് സമരത്തിന്റെ പുതിയ ഘട്ടത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ തുടക്കമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ദ്വിമുഖ സമരം, ഭിന്നമായിട്ടുള്ള സമര പരമ്പരകളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി പോവുകയാണ്. എന്താണ് കാരണം സുഹൃത്തുക്കളെ? ശബരിമല അയ്യപ്പൻ എന്നുള്ളത് വാസ്തവത്തിൽ ഒരു പ്രദേശത്തിന്റെ ദൈവമല്ലത്. അത് സാർവദേശീയമായി ഒരു ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ഭക്തന്മാരും വിശ്വാസികളുമുള്ള ഒരു അത്യസാധാരണമായിട്ടുള്ള ദൈവസ്വരൂപമാണ് ശബരിമലയുടെ അയ്യപ്പൻ. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യാനികളടക്കം വ്രതം ധരിച്ച് മണ്ഡലക്കാലത്തും മകരവിളക്ക് കാലത്തുമെല്ലാം അയ്യപ്പ ദർശനത്തിനു വേണ്ടി ശബരിമലയിലേക്ക് വരൂ എന്നുള്ളത് നമുക്കെല്ലാം അറിവുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഭാരതത്തിലാണെങ്കിൽ ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും കാൽനടയായി വ്രതധാരികളായി എത്രയോ നൂറുകണക്കിന് കിലോമീറ്ററുകൾ പദയാത്ര നടത്തി അയ്യപ്പനെ കാണാൻ വേണ്ടി ഒരു നിമിഷം, ഒരു സെക്കൻഡ് നേരം അയ്യപ്പനെ കണ്ട് ആനന്ദ നിർവൃതിയിൽ ആറാടുന്നതിന് വേണ്ടി വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ആ ഒരു വിശ്വാസത്തിന്റെ ശക്തി, അതിന്റെ ദാർഢ്യം, അതിന്റെ മൂല്യം, അതിന്റെ വില, അതിനെയാണ് ഈ സ്വർണ്ണക്കൊള്ളക്കാർ അപഹരിച്ചെടുത്തിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കേവലം ഒരു സ്വർണ്ണക്കൊള്ള എന്നതിനപ്പുറത്ത് കോടാനുകോടി വരുന്ന, ഭാരതത്തിനകത്തും പുറത്തുമുള്ള കോടാനുകോടി വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ആ വിശ്വാസത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന അത്യന്തം നീചമായ കൃത്യമാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. അവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും നടക്കുന്ന ഒരു അന്വേഷണമായതുകൊണ്ട് മാത്രമാണ് കുറെയൊക്കെ അതുമായി ബന്ധപ്പെട്ട കുറച്ചൊക്കെ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇന്ന് ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന ആളുകൾ ചിലരക്കാരല്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണയാളുകൾ, അടുത്ത ആളുകൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പത്തനംതിട്ടയിലെ സമുന്നതനായ നേതാവ്, അവിടെ MLA ആയിരുന്ന വ്യക്തി, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, ദേവസ്വം കമ്മീഷണർ എന്ന് തുടങ്ങിയിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാക്കൾ എന്നതിനപ്പുറം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ചേർക്കപ്പെട്ട് അന്വേഷണത്തിന് വിധേയമായി ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. ബഹുമാനപ്പെട്ട കോടതി ഈ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടുകളെല്ലാം വാങ്ങിയിട്ടുണ്ട്. കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ഭൂഷാനല്ല കൊണ്ടുപോയത്, സ്വർണ്ണപ്പാളികളാണ്, ദ്വാരപാലക ശില്പങ്ങളാണ്.
അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ കട്ടളകളാണ്, മേൽക്കൂരകളാണ്, ദീപസ്തംഭങ്ങളാണ്. ഇങ്ങനെയുള്ള വളരെ പരമപ്രധാനമായ അമൂല്യമായിട്ടുള്ള അയ്യപ്പന്റെ സ്വത്തുക്കൾ, സ്വർണശേഖരങ്ങൾ, അത് മുഴുവൻ വളരെ തന്ത്രപരമായി ആസൂത്രിതമായി ആരോരും അറിയാതെ പൊളിച്ചെടുത്ത് കട്ടുകടത്തി കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപ കീശയിലാക്കിയിട്ടുള്ള ഈ നരാധവന്മാരായ ആളുകൾ അയ്യപ്പന്റെ ശാപത്തിൽ നിന്നും രക്ഷപ്പെടുകയില്ല എന്നുള്ളതിന്റെ തെളിവുകളും ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും അധികം ആളുകളെ, വിശ്വാസികളൊക്കെ ഹൃദയവേദനയുണ്ടാക്കിയിട്ടുള്ള ഈ കൊള്ളക്ക് നേതൃത്വം കൊടുത്തത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദേവസ്വം ബോർഡ് അവരുടേതാണ്. അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അവരുടെ പാർട്ടിക്കാരാണ്, മെമ്പർമാർ അവരുടെ പാർട്ടിക്കാരാണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ശങ്കർ നമ്മുടെ CPIയുടെ ഒരു നേതാവ് അതിനകത്തുണ്ട്. അവരൊക്കെ കോടതി പറയുന്നു അന്വേഷണം അങ്ങോട്ട് തിരിയുന്നുവെന്ന് കണ്ടത് മുതൽ അദ്ദേഹത്തിന് അസുഖമാണ്, അദ്ദേഹം ICUവിൽ കിടക്കുകയാണ്. ഇതൊക്കെ കോടതിയുടെ നിരീക്ഷണമാണ്. അവിടെ പോയി കോടതിയുടെ നിരീക്ഷണം വന്നതിന് ശേഷമാണ് മജിസ്ട്രേറ്റിനെയും കൂടി പോയി അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ എന്തെല്ലാം തട്ടിപ്പുകളും അടവുകളും കുരുക്കുത്തികളും കുതന്ത്രങ്ങളുമാണ് ഈ അന്വേഷണത്തിൽ നിന്നും അതിന്റെ പരിധിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇതിന്റെ പ്രതികളായിട്ടുള്ള ആളുകൾ കാട്ടിക്കൂട്ടുന്നത് ഇത് നാം കാണുന്നു. സാറാഭായി റിസർച്ച് സെന്ററിലെ വിദഗ്ധന്മാർ, ശാസ്ത്രജ്ഞന്മാർ ഈ പാളികളൊക്കെ പരിശോധിച്ചപ്പോൾ കൊണ്ടുപോയ പാളികളല്ല തിരിച്ചെത്തിയിട്ടുള്ളത് എന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കോടതി നിരീക്ഷിക്കുന്നത് ഇത് ഒരു വൻ കൊള്ള, വലിയ തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ അത് ഈ സംഭവത്തിൽ നടന്നിട്ടുണ്ട്. ഇത് അയ്യപ്പനെ മുൻനിർത്തിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തെയാണ് ഇവർ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവരെ രക്ഷപ്പെടാൻ നമുക്ക് അനുവദിച്ചുകൂടാ. ഇതിൽ കാട്ടുവള്ളന്മാരെയും ഉത്തരവാദികളായിട്ടുള്ള ആളുകളെയും എല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. തന്ത്രിയുടെ അറസ്റ്റ് ഒരു ഭാഗത്ത് നടന്നു. പക്ഷെ ആ കാലത്തെ മന്ത്രി ഇപ്പൊ പുറത്താണ്. തന്ത്രി അകത്തും മന്ത്രി പുറത്തും. മന്ത്രി ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ആ മന്ത്രിക്ക് ഈ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുവാനുള്ള യോഗ്യത 1% പോലും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാം ദേവസ്വം ബോർഡാണെങ്കിൽ പിന്നെ ഈ മന്ത്രി എന്തിനാണ്? ഈ മന്ത്രിയെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി എന്തിനാണ് ദേവസ്വം വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്? പൊതുജനങ്ങളുടെ നികുതിപ്പണം കോടിക്കണക്കിന് രൂപ എടുത്ത് ചെലവഴിച്ച് ഒരു ദേവസ്വം ബോർഡ്, ഒരു ദേവസ്വം വകുപ്പ് ഇതൊക്കെ ഉണ്ടാക്കി ജനങ്ങളെ പറ്റിക്കുന്ന ഈ പരിപാടി എന്തിനാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് കൈ കഴുകി രക്ഷപ്പെടാമെന്ന് മുഖ്യമന്ത്രി വിചാരിക്കണ്ട. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജനശ്രദ്ധ വഴിതിരിച്ചു വിടാം എന്ന് നിങ്ങൾ കരുതണ്ട. ഇതിനെല്ലാം മേലെയുള്ള അന്നത്തെ മന്ത്രി മാത്രമല്ല, ഇന്നത്തെ മന്ത്രി കഴിഞ്ഞ തവണ പ്രശാന്ത് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു കൊണ്ടുവന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കിയതോ ആ പ്രശാന്തിനെതിരെയും കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരുടെ സ്വത്തുക്കൾ ഇപ്പോൾ ഒരു നല്ല കാര്യം ഉണ്ടായിട്ടുള്ളത്, ഇവിടെ കോടതിയുടെ നിരീക്ഷണം നടക്കുമ്പോൾ അവിടെ നരേന്ദ്രമോദിയുടെ ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്കൊക്കെ ആശ്വസിക്കാൻ വക നൽകുന്നത്. കാരണം ED ഇടപെട്ടിരിക്കുന്നു. ED വന്നിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളുണ്ട്, അതിന് ചില സാർവദേശീയമായ ചില ബന്ധങ്ങളുണ്ട്, അത് ഇവിടെ ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തിയതിന്റെ പേരിൽ ED വന്നിരിക്കുന്നു. ദേവസ്വം ബോർഡ് ആസ്ഥാനം റെയ്ഡ് ചെയ്തിരിക്കുന്നു. ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ വീട്ടിൽ മണിക്കൂറുകൾ റെയ്ഡ് നടത്തിയിരിക്കുന്നു. പ്രതികളുടെ സ്വത്തുകൾ അവർ മരവിപ്പിച്ചിരിക്കുന്നു. ഈ തരത്തിലുള്ള പുതിയ സംഭവങ്ങളാണ് നടക്കുന്നത്. ED എവിടെയുണ്ട്? EDയുടെ റാഡാറിലാണ് ഇപ്പോൾ ദേവസ്വം വകുപ്പും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയുടെ എല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സംഭവത്തെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ ആശ്വസിക്കാൻ വക നൽകുന്ന ഒരു വസ്തുതയാണ് എന്നുള്ളതാണ്. ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ പിന്നോട്ട് പോവുകയില്ല. എന്തെല്ലാം കുരുട്ടുവിദ്യകൾ കാണിച്ചു ഈ കള്ളൻ, ഈ പെരുങ്കള്ളൻ, അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്ന് പണ്ട് നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്. ഇത് അരക്കള്ളന്മാരുടെയും മുക്കാക്കള്ളന്മാർക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു പെരുകേരളന്റെ മന്ത്രിസഭയാണ് ഈ കേരളത്തിലെ പിണറായി ഗവൺമെന്റിന്റെ മന്ത്രിസഭ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കുരുട്ടുവിദ്യകൾ കൊണ്ടോ സൂത്രപ്പണികൾ കൊണ്ടോ ഒന്നും തന്നെ നിങ്ങൾക്ക് അയ്യപ്പ ഭക്തന്മാരുടെ കോപതാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ഈ വിശ്വാസികൾക്ക് വേണ്ടി, വിശ്വാസികളുടെ വികാരത്തിന്റെ മുന്നിൽ കൊടി ഉയർത്തി പിടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു. നിങ്ങൾക്ക് ഈ ശാപത്തിൽ നിന്നും
ഭക്തജനങ്ങളുടെ താപകോപത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു കാലത്തും രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുകയില്ല. രക്ഷപ്പെടാൻ ഞങ്ങളെപ്പോലെയുള്ള പാർട്ടിക്കാർ, ഭാരതീയ ജനതാ പാർട്ടിക്കാർ ഇവിടെ ഉള്ള കാലത്തോളം അനുവദിക്കുകയുമില്ല എന്ന് താക്കീത്ത് ഈ സന്ദർഭത്തെ കൊടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും സമരപരമ്പരകളും രക്തച്ചാലുകളുമെല്ലാം മുന്തി കയറി വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. നോക്കി പ്രേമട്ടൻ അടിയന്തരാവസ്ഥക്കെതിരെ പൊരുതി പോലീസുകാരൻ ഇഞ്ചിച്ചായി ചതച്ച് ഇന്ന് രാവിലെ പറയുന്നു ഞരമ്പുകളൊക്കെ കൊടിയിരിക്കുന്നു, കാലിന്റെ മേലെ ഉരുട്ടിയിരിക്കുന്നു, ഞരമ്പുകൾ കൊച്ചു വലിക്കുന്നു. ഇപ്പോൾ ആയുർവേദ ചികിത്സയിലാണ്. ആർക്കെങ്കിലും അറിയുമോ ഇത്? ഇങ്ങനെയുള്ള നൂറുകണക്കിന് സഹപ്രവർത്തകന്മാർ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുണ്ട്. ഈ പ്രസ്ഥാനത്തെ കൊടുത്തുയർത്താൻ വേണ്ടി ചോര നീരാക്കിയ ആളുകൾ, വിയർപ്പൊഴുക്കിയ ആളുകൾ, കുടുംബപ്രവർത്തനം ത്യാഗം ചെയ്തിട്ടുള്ള ആളുകൾ, ആ ആളുകളുടെ ജീവത്യാഗം കൊണ്ടും സഹന സമരം കൊണ്ടുമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം ഇന്നത്തെ നിലയിലെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരെ പിന്നിൽ നിന്ന് കുത്തി ചതിച്ചു അയ്യപ്പന് അവകാശപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ കാണിക്കയായി സമർപ്പിച്ച കോടാനുകോടി സ്വർണം അയ്യപ്പന്റെ കട്ടിളയും വാതിൽപ്പടിയും ദ്വാരപാലകാശിപ്പങ്ങളും കൊടിവരവും എല്ലാം മോഷിച്ചെടുത്തുകൊണ്ടുപോയി കോടികൾ വാരിക്കൂട്ടി നിങ്ങൾക്ക് ആജീവനാന്തം സുഖിച്ച് കഴിയാം എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ അതിന് അനുവദിക്കില്ല. അതിനുള്ള കരുത്തുള്ള സമരപ്രിയമുള്ള പോരാളികളുടെ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസ്ഥാനം എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സമര പുതിയ തലങ്ങളിലേക്ക് പോകുമ്പോൾ ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകളും, മുഴുവൻ വിശ്വാസികളും, അയ്യപ്പ ഭക്തൻ മാത്രമാണ്, എല്ലാ വിശ്വാസികളും, എല്ലാ മതവിശ്വാസികളും, മുസ്ലിം സമുദായത്തിലെ വിശ്വാസികൾ, ക്രിസ്ത്യൻ സമുദായത്തിലെ വിശ്വാസികൾ, ആ വിശ്വാസികളെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കണം, ഈ സമരത്തിന്റെ പിന്നിൽ നിൽക്കണമെന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ പുതിയ മുദ്രാവാക്യം ഉയർത്തിയിട്ടുണ്ട്. വികസിത കേരളം, വിശ്വാസ സംരക്ഷണം എന്ന് തുടങ്ങിയിട്ടുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള അഴിമതിരഹിതമായ ഭരണം ഇത് ഞങ്ങൾ കേരളത്തിൽ ഉയർത്തിക്കഴിഞ്ഞിരിക്കും. നാളെ ഇതാ നമ്മുടെ പ്രിയങ്കരനായ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരികയാണ്. ഇത് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം അങ്ങോട്ട് പോവുകയാണ്. അവിടെ അനന്തപുരിയുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ ജനങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ആ തലസ്ഥാന നഗരിയുടെ ഭരണം BJPക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഭരണം കൊടുക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു മുഖമുദ്രയാണ് അവിടുത്തെ. അതുകൊണ്ട് അവിടെ വികസന രേഖ അത് അവതരിപ്പിച്ച് പ്രഖ്യാപിക്കാൻ വേണ്ടി പ്രിയങ്കരനായ പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഈ സമരമുഖത്തിൽ നിന്നുകൊണ്ട് ഈ സമര വീര്യമുള്ള ജനങ്ങളുടെ പേരിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിക്കും ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന്റെ മുമ്പിൽ നടക്കുന്ന ഈ സമര മുന്നണിയിൽ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഓർക്കുകയാണ് ഈ സന്ദർഭത്തിൽ എന്ന് ഞങ്ങൾ പറയുമ്പോൾ നാളെ കേരളത്തിന്റെ വിശ്വാസ സംരക്ഷണം, അഴിമതിരഹിത ഭരണം ഇത് തുടങ്ങിയിട്ടുള്ള 3 പ്രധാനപ്പെട്ട മന്ത്രം, വികസനത്തിന്റെ മന്ത്രം, അതിന്റെ തന്ത്രം, ഇതുമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രിയമുള്ളവരെ, ഈ സമരത്തിൽ വരാനിരിക്കുന്ന സമരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ സഹകരണവും പിന്തുണയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ VV രാജേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നേരത്തെ ഞാൻ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞ ഇതൊരു പഴയ ആളാണ്. പഴയ ഭാരതീയ ജനസംഘത്തിന്റെ കാലം മുതലുള്ള ഒരു വൃദ്ധനായ യുവാവാണ് ഇദ്ദേഹം. രാവിലെ ഒരുമിച്ച് കണ്ടിരുന്നു. ഒരുപാട് പാരമ്പര്യവും ചരിത്രവും ഉള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കുന്നമംഗലം തിരുവമ്പാടി എന്നൊക്കെ പറഞ്ഞാൽ ഈ ആളുകളൊക്കെ നമ്മുടെ കൂടെ അദ്ദേഹത്തെ സന്തോഷമുണ്ട്. അതുകൂടെയാണ് ഈ സമര പരിപാടിയുടെ അധ്യക്ഷൻ പാർട്ടിയുടെ മൂവർ ജില്ലാ അധ്യക്ഷൻ ശ്രീ ദേവദാസൻ മാസ്റ്റർ, ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ മുതിർന്ന നേതാവും നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ അപ്പാട്ടൻ, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ജോസ് വാഴമണ്ണി, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ഗിരീഷ് തേവള്ളി, ശ്രീമാൻ MP രാമദാസ്, ശ്രീ രജനീഷ് ബാബു,
പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ, മറ്റ് നേതാക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ഈ സമരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ ഉദ്ഘാടന പ്രസംഗത്തിലും അതുപോലെ അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും ഒക്കെ സൂചിപ്പിക്കുകയാണ്. ഹിന്ദു ക്ഷേത്രങ്ങളെ LDF നിന്നും UDF നിന്നും സംരക്ഷിക്കുക എന്നതാണ് നമ്മൾ ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മുദ്രാവാക്യം. കേരളത്തിലെ ഹൈന്ദവ ആരാധനാലയങ്ങൾ കട്ടുമുടിക്കുന്ന രണ്ട് മുന്നണികളും കേരളത്തിലെ ജനങ്ങൾ അവരെ തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കോടാനുകോടി അയ്യപ്പ ഭക്തന്മാർ വിശ്വസിക്കുന്ന ശബരിമല, ആ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഇന്ന് ഭാരതത്തിലുടനീളം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായിട്ടുള്ള ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും മുഴുവൻ നേതാക്കളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ദിവസവും പൂജയും ആരാധനയും നടക്കുന്ന ക്ഷേത്രമല്ല. മുൻപൊക്കെ വർഷത്തിൽ 2 തവണ മാത്രമാണ് അവിടെ ആരാധന ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് എല്ലാ മാസത്തിലും സംക്രമ ദിവസം ശബരിമല ലക്ഷക്കണക്കിന് അയ്യപ്പഭക്തന്മാർ ദർശനം നടത്തി സായുജ്യമടയുന്ന ഒരു പ്രധാനപ്പെട്ട പാവനമായ പരിശുദ്ധമായ ക്ഷേത്രമാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ പോകുന്നത് പോലെ ശബരിമലയിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാം. ശബരിമല ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ കഠിനമായ വ്രതം എടുത്തുകൊണ്ട് വളരെ വലിയ ഒരു ത്യാഗം സഹിച്ചുകൊണ്ടാണ് അവിടെ പോകാൻ വേണ്ടി ഭക്തന്മാർ തയ്യാറാകുന്നത്. മാത്രമല്ല, പലതരത്തിലുള്ള നിബന്ധനകളും ഈ ക്ഷേത്ര ദർശനത്തിനുണ്ട് എന്നുള്ളതും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള പാവനമായ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണങ്ങളാണ് അടിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നത്. അതും ഭക്തന്മാർ നൽകിയിട്ടുള്ള സ്വർണമാണ്. വിജയ് മല്യയെ പോലെയുള്ള വലിയ ഭക്തന്മാർ, അവർ അതിസമ്പന്നന്മാരുമാണ്. അങ്ങനെയുള്ള ആളുകളാണ് അവിടുത്തെ സ്വർണ്ണപ്പാളികളും അതുപോലെ തന്നെ ആ ക്ഷേത്രങ്ങളെ മുഴുവൻ സ്വർണത്തിൽ പൊതിയാൻ ആവശ്യമായ പാളികൾ, സ്വർണ്ണ തകിടുകൾ നൽകിയിട്ടുള്ളത് അവരൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള സ്വർണ്ണപ്പാളികളാണ് ഇപ്പോ കട്ടുകൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും പ്രഗത്ഭരായ എല്ലാ നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഏതെങ്കിലും 2 or 3 ആളുകളിൽ ഒതുങ്ങുന്നതല്ലെങ്കിൽ ഗവൺമെന്റ് ഇപ്പോ പലതരത്തിലുള്ള അന്വേഷണം നടത്തി. SIT പറയുന്നത് ഒരു തന്ത്രിയില് ഒതുങ്ങാം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, തന്ത്രിക്ക് ക്ഷേത്രങ്ങളുടെ ആചാര സംരക്ഷണവുമായിട്ടുള്ള കാര്യത്തിൽ മാത്രമാണ് തന്ത്രി തീരുമാനമെടുക്കുന്നത്. അതല്ലാതെ ദേവസ്വത്തിന്റെ ഭരണവുമായിട്ട് തന്ത്രിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ക്ഷേത്രത്തെ സംബന്ധിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം. അത് ശബരിമല മാത്രമൊന്നുമല്ല, കേരളത്തിലെ ഏത് ക്ഷേത്രങ്ങളിലെയും തന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പൂജാകാര്യങ്ങളെ സംബന്ധിച്ചും
അവിടെ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചുമൊക്കെ അഭിപ്രായം പറയാനുള്ള അധികാരമാണ് തന്ത്രിക്കുള്ളത്. അതല്ലാതെ ക്ഷേത്രത്തിലെ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചോ അവിടെ ദൈനംദിനമായി നടക്കുന്ന മറ്റ് സംവിധാനങ്ങളെ കുറിച്ചൊന്നും തന്ത്രി സാധാരണ അത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല. ഇത് തന്നെയാണ് ശബരിമലയിലുള്ള അവസ്ഥ. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്ത്രി അഭിപ്രായം പറയും. തന്ത്രിയോടുള്ള പ്രധാനപ്പെട്ട വിദ്വേഷം ഈ ഗവൺമെന്റിന് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം അവിടെ ആചാര ലംഘനം നടന്നിരുന്നു. യുവതികളെ ശബരിമലയിലേക്ക് കയറ്റിയ സമയത്ത് ആ ശബരിമലയിലേക്ക് യുവതികൾ കയറി എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ ശുദ്ധീകരണ പ്രക്രിയ നടത്തി എന്നുള്ളതാണ് തന്ത്രിയുടെ മേൽ ആരോപിക്കപ്പെട്ട പ്രധാനപ്പെട്ട കുറ്റം. അന്നേ പിണറായി നോട്ടമിട്ടിരുന്നതാണ് തന്ത്രിയെ. ആ ഒരു കാര്യമാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ നടപ്പാക്കിയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെയും സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തന്ത്രിയെ ആ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ വേണം. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അന്വേഷണം നടക്കട്ടെ. തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്ത്രി ശിക്ഷിക്കപ്പെടണം. പക്ഷെ തന്ത്രിയേക്കാൾ മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട പല ആളുകളും ഇവിടെ ഉണ്ട്. അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്കറിയേണ്ടത്. കാരണം ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം, ആ ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം മന്ത്രി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്ത്രിയുടെ കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടതും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ എല്ലാം ചെയ്ത തെറ്റ് അതൊക്കെ ഈ കടകംപള്ളി സുരേന്ദ്രന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല? ഇതിനെക്കുറിച്ചാണ് അറിയേണ്ടത്. SIT എന്തുകൊണ്ട് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാത്തത്? തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യേണ്ടത് അന്നത്തെ ദേവസ്വം മന്ത്രി, ദേവസ്വം ബോർഡിൽ നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം മന്ത്രിയെയാണ് അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. എന്താ ദേവസ്വം മന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത്? ദേവസ്വം മന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ പല മന്ത്രിമാരും വഴിക്കുള്ളിലാവും എന്ന് മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോലും അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാൻ ഈ അന്വേഷണ സംഘം തയ്യാറാവാത്തത്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, പോറ്റി പല ആളുകളെയും പോറ്റിയിട്ടുണ്ട് എന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ആരും അത് വിശ്വസിച്ചില്ല. ഇപ്പതാ ഓരോ ദിവസവും പോറ്റിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. അതിലിപ്പോ അന്വേഷണം എത്തേണ്ടത് കടകംപള്ളിയിലേക്കാണ്. നമ്മൾ ഇന്നും പത്രം വായിച്ചു. പത്രത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഉണ്ണികൃഷ്ണ പോറ്റിയുടെ 1,30,00,000 രൂപ ഈ എൻഫോഴ്സ്മെന്റ് കണ്ടുകെട്ടിയിരിക്കുന്നു. അത് ഇനി കണ്ടുകെട്ടിയിരിക്കുകയാണ്. 1,30,00,000. കേരളത്തിലും ബാംഗ്ലൂരിലുമായിട്ട് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് 30 കോടിയുടെ ആസ്തിയുണ്ട് എന്നാണ് ഇപ്പൊ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, എങ്ങനെ ഒരു ഉണ്ണികൃഷ്ണ പോറ്റി, ഒരു പ്രത്യേക വരുമാനവുമില്ലാത്ത ഒരാള് എങ്ങനെ ഇത്രയും വലിയ ഒരു കോടീശ്വരനായി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കട്ടെ. ആ കോടീശ്വരനായ ഉണ്ണികൃഷ്ണ പോറ്റി മറ്റേ ആരൊക്കെ കോടീശ്വരന്മാരാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കട്ടെ. ഇതൊക്കെ ഇതിനെ ഈ നാൾവഴികളിൽ അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് കടകംപള്ളിയിലേക്ക് അന്വേഷണം പോകണം. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്ത് അടിയന്തരമായി കടകംപള്ളിയെ വിചാരണയ്ക്ക് അദ്ദേഹം തയ്യാറാവേണ്ടതാണ്. അദ്ദേഹത്തെ ജയിലിലേക്ക് തന്നെ പോകേണ്ടതാണ്. ഞങ്ങളൊക്കെ ഇപ്പോൾ ഒരു കാര്യം നമുക്കൊക്കെ പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. കാരണം ഈ ജയിൽ പുള്ളികളുടെ വേതനം വർദ്ധിപ്പിച്ചു എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മറ്റെല്ലാം മാറ്റിവെച്ച്? ആശാവർക്കർമാരെ കണ്ടില്ല, തൊഴിലുറപ്പുകാരെ കണ്ടില്ല, വേറെ ആരെയും കണ്ടില്ല. മൂപ്പര് കേരളത്തിലെ ആകെ കണ്ടത് കേരളത്തിലെ ജയിൽ പുള്ളികളെയാണ്. ആ ജയിൽ പുള്ളികൾക്ക് മൂപ്പര് ശമ്പളം കൂട്ടിയിരിക്കുക. അതായത് 600 ചില്ലാനം രൂപയാണ് പോലെ കേരളത്തിലെ ഒരു ജയിൽ പുള്ളിയുടെ ഒരു ദിവസത്തെ വേതനം. ഈ നട്ടക്കുതിരി വെയിലത്ത് തൊഴിലുറപ്പിന്റെ പണിയെടുക്കുന്നവർക്ക് 369 രൂപയാണ്. ആലോചിക്കണം.
ഇനിയിപ്പോ കൂടുട്ടോ അൺലിമിറ്റഡ് ഇല്ലാത്തിലേക്ക് വരിക. കാരണം 40% കേരള ഗവൺമെന്റ് കൊടുക്കണം എന്നിപ്പോ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കൂടാൻ വേണ്ടി പോകും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മാസങ്ങളോളം പലതരത്തിലുള്ള സമരം നടത്തി, കൂട്ടിമുറിക്കാൻ സമരം വരെ നടത്തി ആശാ വർക്കർമാര്. എന്നിട്ടെന്തേ അവരുടെ വേതനം കൂട്ടിക്കൊടുക്കാൻ തയ്യാറായില്ല? അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ എന്തുകൊണ്ട് തയ്യാറായില്ല? ഇതിനൊന്നും തയ്യാറാവാത്ത നാളെട്ട പിണറായി വിജയൻ ജയിൽ പുള്ളികളുടെ ദിവസവേതനം കൂട്ടിയിരിക്കുന്നു. ഒരു ദിവസം 600 രൂപ അയക്ക് ജയിൽ പുള്ളിയെത്തും. ഇപ്പോഴാ മനസ്സിലായത് അത് തിരക്കിട്ട് കൂട്ടിയത് ഇവരിൽ പലരും അങ്ങോട്ട് പോകാനിരിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ജയിൽ പുള്ളികളുടെ വേതനം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒക്കെ ആയുധ പോറ്റിന്ന് ഇനിയിപ്പോ പുറത്തേക്ക് വരാൻ വേണ്ടി പോവുക. അതുകൊണ്ട് കടകംപള്ളി അറസ്റ്റ് ചെയ്യണം. മുഖ്യമന്ത്രിയുടെ പങ്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കറിയാലോ, ഈ സോണിയാഗാന്ധിയിലേക്കും ഈ അന്വേഷണം നീളണമെന്നാണ് ഇപ്പൊ പറയുന്നത്. നമ്മൾ വിചാരിച്ചത് അവര് ഈ ഒരു കോൺഗ്രസിന്റെ ഈ നേതാവിന് ഇതിലൊന്നും ഒരു പങ്കുമില്ലാത്ത. കാരണം ഇപ്പോഴല്ലേ മനസ്സിലായത് UDF-നും LDF-നും വലിയ പങ്കാളിത്തമാണ് ശബരിമല കൊള്ളയിൽ. ശബരിമല മാത്രമല്ല, കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ഈ കൊള്ള നടന്നിട്ടുണ്ട്. ഇവിടെ നീലേശ്വരത്ത് ഏതോ ഒരു ക്ഷേത്രത്തിൽ കൊള്ള നടന്നിട്ടുണ്ട്. അത് കൊണ്ടുപോയിരിക്കുന്നു. ഇതൊക്കെ കൊണ്ടുപോയത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ആളുകളാണ്. കാരണം അവരാരും ഈ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടല്ല ഇതൊന്നും ഏറ്റെടുക്കുന്നത്. മറിച്ച് ഓരോ ദിവസവും കൊള്ള നടത്തുകയാണ്. ആ കൊള്ളയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. അതുകൊണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളെ, ഹൈന്ദവ ആരാധനാലയങ്ങളെ രാഷ്ട്രീയക്കാരിൽ നിന്ന് വിമുക്തമാക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഭരിക്കാൻ രാഷ്ട്രീയക്കാരുടെ ആവശ്യമില്ല. എല്ലാത്തിനെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇവിടെ അവിടെ സൂചിപ്പിച്ചല്ലോ, സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടിരിക്കുന്നു. എന്തിനാ കണ്ടത്? രാഷ്ട്രീയ കാര്യം ചർച്ച ചെയ്യാനാണ്? അതോ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ കാര്യം ചർച്ച ചെയ്യാനാണ്? അല്ല, ശബരിമലയിൽ വലിയ കാര്യമായ ഉത്തരവാദിത്വം ഒന്നുമില്ലാത്ത ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ആരാണ്? ഇപ്പൊ പറഞ്ഞത് പോറ്റിയെ കയറ്റിയത് ആരപ്പ? പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് അപ്പാണ്. ഇപ്പൊ പറയുന്നത് കോൺഗ്രസ് ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി വേറെ പലരെയും കയറ്റിയിട്ടുണ്ട്. ആ കയറ്റിയവരെല്ലാവരും കൊള്ളക്കാരാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പൊ പുരാവസ്തു കച്ചവടം സോണിയന്റെ സഹോദരി എല്ലാ തരത്തിലുള്ള പുരാവസ്തു വാങ്ങി വിൽപ്പന നടത്തുന്ന ഒരു കുടുംബമാണ് സോണിയുടെ കുടുംബം. അതാണ് ശബരിമലയിൽ സോണിയും തമ്മിലുള്ള ബന്ധം. അല്ലാതെ വേറൊരു ബന്ധവും ഇവർ തമ്മിലില്ല. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള ഈ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണം ചെന്നെത്തുന്നത് കോൺഗ്രസിന്റെ പ്രഗത്ഭരായ നേതാക്കളിലേക്കാണ്. ഇത്രയും കാലം കോൺഗ്രസുകാര് എന്ത് ആവേശമായിരുന്നു എന്നറിയോ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പറയാൻ. പക്ഷെ ഇപ്പോ കമ്മ്യൂണിസ്റ്റുകാര് തിരിച്ചു ചോദിക്കാൻ തയ്യാറായിരിക്കുന്നു. എന്താണ് കോൺഗ്രസിന്റെ ആവേശം കെട്ടുപോയത്? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ ഈ ഒരു സമരം എന്ത് അവസാനിച്ചു പോയി? അത് അവസാനിച്ചത് കോൺഗ്രസിലേക്കും ഈ സ്വർണ്ണക്കൊള്ള എത്തി എന്നുള്ളത് കൊണ്ടാണ് ഈ അന്വേഷണം അങ്ങോട്ട് ഇപ്പോ ആ അന്വേഷണം കോൺഗ്രസിലേക്ക് എത്തിയപ്പോഴാണ് കോൺഗ്രസ് സമരത്തിൽ നിന്ന് മാറിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ആരാധനാലയങ്ങള് ഭരിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളല്ല, രാഷ്ട്രീയക്കാരല്ല, മറിച്ച് അത് വിശ്വാസികളാണ്. എല്ലാവരുടെ ആരാധനാലയങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെത് മാത്രമൊന്നുമല്ല. മുസ്ലിങ്ങളുടേത് മുസ്ലിങ്ങളാണ് ഭരിക്കുന്നതെങ്കിൽ, ക്രിസ്ത്യാനികളാണ് ഭരിക്കുന്നതെങ്കിൽ ഹിന്ദുവിന്റെ ആരാധനാലയങ്ങൾ ഭരിക്കാൻ മാത്രം ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഒരു അവകാശമില്ല. ആ അവകാശം അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി പറയുന്നു, അങ്ങനെ കുറച്ചു കാലം ഇതൊക്കെ നമ്മൾ സഹിച്ചാൽ മതി. ഏതാണ്ട് 10 വർഷത്തിനുള്ളിൽ കേരളത്തില് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. അതിന്റെ മുന്നോടിയാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം. ആ കോർപ്പറേഷൻ ഭരണം തിരുവനന്തപുരം പിടിച്ചാൽ കേരളം പിടിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തിരുവനന്തപുരത്ത് എന്തായിരുന്നു നമ്മൾ ജനങ്ങളോട് പറഞ്ഞത്?
അത് ഭരണം വന്നപ്പോ നമ്മൾ കാണിച്ചു കൊടുത്തു തുടങ്ങിയിരിക്കുക. ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരൊറ്റ കാര്യം ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഹൈന്ദവ വിശ്വാസികളോട് പറയാൻ ആഗ്രഹിക്കുന്നു. BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ആദ്യം ഒപ്പിടുന്നത് ഈ ഹൈന്ദവ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയക്കാരിൽ നിന്ന് മോചിപ്പിക്കുന്ന ആ ഒരു ബില്ലാണ് നമ്മൾ ആദ്യം ഒപ്പിടാൻ വേണ്ടി പോകുന്നത്. ഓരൊറ്റ രാഷ്ട്രീയക്കാരനും ക്ഷേത്രം ഭരിക്കണ്ട. ക്ഷേത്രം ഭരിക്കാൻ വിശ്വാസികളുണ്ട്. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഭയമുള്ളവരാണ്. ഒരു കക്കാരും മറ്റു കാര്യങ്ങൾക്കൊന്നും പോകില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഉള്ളവര് ദേവസ്വം ബോർഡ് അവർക്ക് യാതൊരു വിശ്വാസവും ഇല്ല. ക്ഷേത്രത്തിന് വിശ്വാസമില്ല, ദേവനിൽ വിശ്വാസമില്ല, ഒന്നുമില്ല. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊക്കെ ശബരിമലയിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടെ ഹരിവരാസനം പാടുമ്പോ സകലണ്ണവും നടയിൽ പോയി നിൽക്കും. യഥാർത്ഥ ഭക്തന്മാർ തടസ്സം കൊണ്ടിരിക്കും. എന്നിട്ട് മുമ്പിൽ നിന്നിട്ട് അങ്ങനെ ഇടിവറ്റ മരം നിൽക്കും പോലെ നിൽക്കുകയായി. ഒരു കാര്യവും ചെയ്യില്ല. ഒരു കൈ തൊഴുക പോലുമില്ല. ഒരു കൈകൂപ്പട്ടെ അതുപോലും ചെയ്യില്ല. രാഷ്ട്രപതി വന്നപ്പോ ഒരു പകൽ നിൽക്കുന്നുണ്ട് തൊട്ടടുത്ത്. ഈ വാസവൻ എന്ന് പറയുന്ന വെച്ചേക്കായി. ആ വാസവൻ വെറുതെ നിൽക്കുക, ഒരു കാര്യമില്ല. അങ്ങനെ ഇയാൾ നിൽക്കുമ്പോ യഥാർത്ഥ ഭക്തന്മാർക്കാണ് അയ്യപ്പനെ കാണാൻ സാധിക്കാതെ പോകുന്നത്. അതുകൊണ്ട് ഇവർക്കൊന്നും യാതൊരു വിശ്വാസമില്ല. അവർക്ക് ക്ഷേത്രത്തിലെ വിശ്വാസമല്ല, അവർക്ക് സ്വർണത്തിലാണ് വിശ്വാസം. അവർക്ക് ക്ഷേത്രത്തിലല്ല വിശ്വാസം, ഭണ്ണാരത്തിലാണ് വിശ്വാസം. അതുകൊണ്ട് ഈ ഭണ്ണാരം കത്തുന്ന ഈ ഭഗവന്മാരെ ഈ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഭരിക്കാൻ മാത്രം ഒരു ദേവസ്വം ബോർഡും നമുക്ക് ആവശ്യമില്ല. ഒരു സംശയവും വേണ്ട. അതിവിദൂരമല്ലാത്ത ഭാവിയില് ഈ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരെ അടിച്ചിറക്കി ചാണകവെള്ളം കൊണ്ട് ശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനുവേണ്ടി നടത്തുന്ന ഈ ഐതിഹാസികമായ പോരാട്ടം, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടം, ആ പോരാട്ടത്തിൽ അണിനിരക്കാൻ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. भारत माता की